കേരളത്തിൽ ഇടതടവില്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജൂലൈയിൽ ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മഴ ശരിക്കും കനത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ, അതായത് ജൂലൈ 1 മുതൽ 18 വരെ എത്രത്തോളം മഴ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, എത്രത്തോളം മഴ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു താരതമ്യമാണ് ഇതുവരെ ലഭിച്ച മഴ അത് കൂടുതലാണോ കുറവാണോ എന്നുള്ള കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ 18-ാം തീയതി വരെ, അതായത് ഇന്നലെ വരെ എത്രത്തോളം മഴ ലഭിച്ചു എന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് കേരളത്തിലെ കണക്കാണ്. കേരളത്തിൽ ഇതുവരെ ലഭിച്ച മഴ എന്ന് പറയുന്നത് 433.4 മില്ലിമീറ്ററാണ്. പക്ഷേ എത്രയാണ് ലഭിക്കേണ്ട മഴ എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. 395.5 മില്ലിമീറ്റർ. അതായത് ജൂലൈ 1 മുതൽ 18 വരെയുള്ള മഴക്കണക്കിൽ 10% കൂടിയിട്ടുണ്ട് ഈ മഴയുടെ കണക്ക് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കണ്ണൂരിലെ കാര്യം നോക്കുകയാണെങ്കിൽ 838 മില്ലിമീറ്ററാണ് ഇത്തവണ മഴ ലഭിച്ചിരിക്കുന്നത്. അവിടെ ലഭിക്കേണ്ട മഴ എന്ന് പറയുന്നത് 546.8 മില്ലിമീറ്ററാണ്. കാര്യമായിട്ടുള്ള മഴ വർധനമുണ്ടായിട്ടുണ്ട്. 53% മഴ കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മാഹിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 817 മില്ലിമീറ്ററാണ് ലഭിച്ചിരിക്കുന്ന മഴ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ലഭിക്കേണ്ട മഴയുടെ കണക്ക് എന്ന് പറയുന്നത് 495.8 മില്ലിമീറ്ററാണ്. 65% മാഹിയിൽ കാര്യമായിട്ട് മഴപ്പെയ്ത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ വടക്കൻ കേരളത്തിൽ പോവുകയാണെങ്കിൽ അറിയാം, കാര്യമായിട്ടുള്ള മഴപ്പെയ്ത്ത് ഉണ്ടായിട്ടുള്ള മേഖല എന്ന് പറയുന്നത് വടക്കൻ കേരളമാണ്. അപ്പോൾ ഈ കോഴിക്കോട്ടൊക്കെ ഉള്ള മഴക്കണക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കിയാലോ. കോഴിക്കോട്ടെ മഴക്കണക്ക് നോക്കുകയാണെങ്കിൽ 688.2 മില്ലിമീറ്ററാണ് ലഭിച്ച മഴ. ലഭിക്കേണ്ട മഴ എന്ന് പറയുന്നത് 530.7 മില്ലിമീറ്ററാണ്. അതായത് 30% കാര്യമായിട്ടുള്ള മഴപ്പെയ്ത്ത് കോഴിക്കോട് ജില്ലയിൽ കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാസർകോട്ടെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കാസർകോട് 607.3 മില്ലിമീറ്ററാണ് ഇത്തവണ മഴ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ ലഭിക്കേണ്ട മഴ എന്ന് പറയുന്നത് 583.5 മില്ലിമീറ്ററാണ്. അതായത് 4% വർധന അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ വയനാടും കാര്യമായിട്ടുള്ള മഴപ്പെയ്ത്തും മഴക്കെടുതിയും ഒക്കെ ഉണ്ടായ ഒരു ജില്ലയാണ്. അപ്പോൾ വയനാട്ട് കണക്ക് നോക്കുകയാണെങ്കിൽ 504.6 മില്ലിമീറ്ററാണ് ഇത്തവണ മഴ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ കിട്ടേണ്ട മഴ എന്ന് പറയുന്നത് 540.7 മില്ലിമീറ്ററാണ്. അതായത് 7% വയനാട് മഴ കുറഞ്ഞിരിക്കുകയാണ് ഇത്തവണ. കാലവർഷം അത് കനത്ത് പെയ്യുകയാണ്. അപ്പോൾ ഏറിയും കുറഞ്ഞുമൊക്കെ ഈ മഴക്കണക്കുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വടക്കൻ കേരളത്തിലാണ് കാര്യമായിട്ടുള്ള മഴപ്പെയ്ത്ത്. ഇപ്പോൾ കണക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിലും ഇത്തവണ അവിടെ കൂടുതലാണ്. പക്ഷേ വയനാട്ടിൽ ഇത്തവണത്തെ മഴപ്പെയ്ത്ത് എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ കരുതലിൻ്റെ കാര്യത്തിൽ ഏറിയും കുറഞ്ഞും അല്ല, ശ്രദ്ധ അതുപോലെ തന്നെ വേണം, ജാഗ്രത അതുപോലെ തന്നെ തുടരണം, കരുതലും അതുപോലെ തന്നെ കാര്യമായിട്ട് ഈ കാലവർഷക്കെടുതി തുടരുന്ന പശ്ചാത്തലത്തിൽ നമ്മൾ അത് ശ്രദ്ധിക്കുക തന്നെ വേണം.